السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, എൻ്റെ അബ്ബ അവൾ വിതുമ്പി പറയാൻ തുടങ്ങി. കാലങ്ങളായി ചെറിയ ജോലികൾ ചെയ്ത് അബ്ബ സ്വരൂപിച്ചു വെച്ച നാണയത്തുണ്ടുകൾ കൊണ്ട് ഞങ്ങളൊരു കൂര പണിതു. കൈ ചൂണ്ടിക്കാണിച്ചു തരാൻ അതിന് ഭൂമുഖത്തില്ല. ബുൾഡോസർ രാജനിരയായ ഒരു കുടുംബത്തിലെ ബാലിക മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം നേരിടുന്ന ഭീതിതമായ സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ ഓരോരോ ദിവസവും അരങ്ങി വാഴുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഇന്ത്യയിൽ ഇപ്പോഴും സ്വാതന്ത്ര്യമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, 2 നൂറ്റാണ്ടുകളായി വെള്ളക്കാരന്റെ കിരാത ഭരണത്തിന് വിരാമമിട്ട് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുമ്പോൾ കലഹങ്ങളുടെയും കലാപങ്ങളുടെയും കെട്ടടങ്ങിയ പരമത വിദ്വേഷത്തിന്റെയും വർഗീയ ബോധവുമില്ലാത്ത പാരസ്പര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു സുന്ദര രാജ്യത്തെയാണ് മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ സ്വപ്നം കണ്ടിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിയുടെ ആദ്യ രാത്രിയിൽ തന്നെ തന്റെ രാജ്യത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു പങ്കുവച്ചതും ആ പരമാർത്ഥം തന്നെയാണ്. ലോകം ഇരുട്ട് പുതച്ച് സുഖസുഷുപ്തിയിൽ ലയിക്കുമ്പോൾ പാരതന്ത്രത്തിന്റെ ഇരുമ്പുമറകളെ ഭേദിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ പുതിയ പുലരിയെ കാത്തിരിക്കുകയാണ് നാം. പൊരുതിയും പോരാടിയും നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ വഴികളിലൂടെ രക്തം കൊടുത്തും ജീവൻ നൽകിയും ധാരാളം ഭാരതീയർ കടന്നുപോയിട്ടുണ്ട്. അവർ പിന്നിട്ട വഴികളിലൂടെ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടമാണ് ഭൂതകാലത്തിലേക്ക് നോക്കി സ്വപ്നം കാണുവാൻ വർത്തമാനകാലത്തിലെ നമുക്ക് ഊർജം പകർന്നു തന്നത്. 7 നൂറ്റാണ്ടുകൾക്കപ്പുറം സമകാലിക രാഷ്ട്രത്തിന്റെ ഇതിനോടകം തന്നെ വായിച്ചു നോക്കുകയാണെങ്കിൽ നീതി നിഷേധത്തിന്റെ 100 വർത്തമാനങ്ങളും ഉള്ളുകുലക്കുന്ന 1000 വാർത്തകളും നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. മാത്രമല്ല, ഹിന്ദുത്വ വർഗീയതയുടെ സകല മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് വർഗീയ വിഷം ചുരുത്തി സംഹാര താണ്ഡവമാടുകയാണവർ. മോദി സർക്കാരിന്റെ വിനാശകരങ്ങളായ നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളെ പൂർണ്ണമായും മറച്ചുവെക്കുക എന്നതാണ് കാവിപ്പടയുടെ നിഗൂഢ ലക്ഷ്യം. RSSന്റെ അജണ്ടയാണ് ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നത് അവരുടെ കണക്ക് പുസ്തകത്തിലേ ഇല്ല. അവരുടെ കണ്ണുകളിൽ ഇന്ത്യ എന്നുള്ളത് ഹിന്ദുവിൻ്റെതാണ്. ഭരണകൂട കോപ്രായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ജനാധിപത്യ മതേതരത്വ ജനങ്ങളെ ബുൾഡോസറുകൾ കൊണ്ട് വിരട്ടുന്ന പുത്തൻ പ്രവണതയാണ് സമകാലിക ഇന്ത്യയിലെ ട്രെൻഡ്. നാരസാക്കിയിലെ അശോകസ്തംഭം പാർലമെന്റ് മന്ദിരത്തിൽ പ്രദർശനത്തിനായി രൂപകൽപ്പന ചെയ്തപ്പോൾ സിംഹങ്ങളുടെ ഭാവം അക്രമാസക്തമായത് മാറുന്ന ഇന്ത്യയുടെ പ്രതീകമാണ്. 76 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും സങ്കീർണവും പ്രക്ഷുബ്ധവുമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. മാത്രമല്ല, തുഗ്ലക് പരിഷ്കാരത്തിന് സമാനമായി നേരം വെളുക്കുമ്പോഴേക്കും യാതൊരുവിധ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ നോട്ട് നിരോധനം അടിച്ചേൽപ്പിച്ചതുപോലെ ലാഘവത്തോടെയാണ് അവർ കണക്കാക്കുന്നത്. സിഖ് കൂട്ടക്കൊലയും ബാബരി ധ്വംസനവും ഗുജറാത്ത് കലാപവുമെല്ലാം ഈ രാജ്യത്തിന്റെ കറുകറുത്ത ഓർമ്മകളാണെങ്കിൽ വർഗീയതയും അസഹിഷ്ണുതയും നാടുവാഴുന്ന ഇരുണ്ട ഭാവിയിലേക്കാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നീതി മനുഷ്യന്റെ ഹൃദയത്തെ പോലും കുലുക്കുന്ന വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ അടിത്തറ പോലും ഇളകി പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, അരാജകത്വത്തിന്റെ വിളവെടുപ്പ് പോലും നടന്നുകൊണ്ടിരിക്കുക ഭാരതത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വർഗീയതയും പരസ്പര വിദ്വേഷവും ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ശക്തിപ്പെടുകയും ന്യൂനപക്ഷങ്ങളെ കടുത്ത സംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കടുത്ത സംഘർഷങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ
അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസാക്ഷിയെ പോലും പിടിച്ചു കൊലുക്കുന്ന വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന സഹോദരനെ രാത്രിയിലെ ഭ്രാന്ത ജനക്കൂട്ടം അടിച്ചു കൊന്നു. വർഗീയ ഫാസിസത്തിനെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മുൻ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൽബുർഗിയെ സ്വവസതിയിൽ വെച്ച് അക്രമികൾ വെടിവെച്ചു കൊന്നു. ഭരണകൂട ഭീകരതക്കെതിരെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ സുരേന്ദ്രകുമാർ കുൽക്കർണി എന്ന പ്രശസ്ത ചിന്തകനെ ശിവസേനക്കാർ കരിയോയിൽ കൊണ്ട് അഭിഷേകം ചെയ്തു. ഗുജറാത്ത് കലാപത്തിന് ഇരയായവർക്ക് വേണ്ടി നീതി തേടി നിയമ പോരാട്ടം നടത്തിയ മനുഷ്യാവകാശ പ്രവർത്തക സെറ്റൽവാദിനെയും മുൻ ഗുജറാത്ത് NDGP RP ശ്രീകുമാറിനെയും ആർട്ട് ന്യൂസ് സുബൈറിന്റെയും ഒക്കെ അറസ്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലാണ് നടന്നത് എന്നറിയുമ്പോൾ നമ്മൾ ഞെട്ടിധരിച്ചു പോവുകയാണ്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് ഇക്ബാൽ പാടിയതുപോലെ കാശ്മീരി മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ അസം വരെ വൈവിധ്യപൂർണ്ണ സമ്പൂർണമായി നീണ്ടു നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ അരാജകത്വത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അവസാനമായി എന്ന ഖുർആൻ പ്രഖ്യാപനം മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി നാം സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും മുന്നേറേണ്ടതുണ്ട്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.